ഡ്രസ്സ് മാറി എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫുള്ള് കഴുകി വെക്കണം, വാഷ് ചെയ്തിട്ട് വെക്കാം. പ്രാർത്ഥിച്ച് തുടങ്ങേണ്ടത് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ആദ്യമായിട്ടാണ്. എന്താണെന്നറിയില്ല. എന്തായാലും കുക്ക് ചെയ്യാല്ലേ. ഫസ്റ്റ് നമുക്ക് ചിക്കനിൽ കൈവയ്ക്കാം ഗൈസ്. ചിക്കൻ എന്തായാലും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ലെമൺ, ഒരു ചെറിയ ലെമൺ, പിന്നെ കുറച്ച് കേർഡ്. ഇതൊക്കെ കൂടി എന്നിട്ട് മിക്സ്. അങ്ങനെ ചിക്കൻ കുട്ടന്മാർ സുന്ദരക്കുട്ടപ്പനായി. എന്തൊക്കെയാണ് പറയണേ. ഇനി കുറച്ച് ട്രാൻസിഷനാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഈ ട്രാൻസിഷൻ? എങ്ങനെയുണ്ട്? ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി ഗൈസ്. ആ വീഡിയോയിൽ കണ്ട പോലെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്താവോ എന്തോ കണ്ടറിയാം ഗൈസ്. ഇനി ഇഞ്ചി എങ്ങാനും കൂടിപ്പോയി ചൊവയൊക്കെ മാറുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഈ ഒരു കഷ്ണം ഇത് വേണോ ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എന്തായാലും ഈ കഷ്ണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ കുറച്ച് വെളുത്തുള്ളി എടുത്തു. ഇതാ ഗൈസ് അടുത്ത ട്രാൻസിഷൻ ഇപ്പോൾ വരും. ഈ ട്രാൻസിഷൻ ഒരു രസമാണ്. വീഡിയോൻ്റെ ലെങ്ത് കുറക്കാനുള്ള എൻ്റെ ഒരു കണ്ടുപിടുത്തം. അതെങ്ങനെയുണ്ട് ട്രാൻസിഷൻ? അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഞാൻ എന്തായാലും അരിയുന്നില്ല. നമുക്ക് എന്തായാലും പേസ്റ്റ് ആക്കണം. ഈ ഒരു ബിരിയാണിയിൽ പേസ്റ്റാണ് മെയിൻ. അപ്പോൾ പേസ്റ്റ്. പിന്നെ ദേ അടുത്ത ക്യാപ്സിക്കം ട്രാൻസിഷൻ എത്തിയിട്ടുണ്ട്. സോ ഗ്രീൻ കളർ പേസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പച്ച ചീര, ഇത് കറി വയ്ക്കുന്ന ചീരയില്ല ഗൈസ്, ആ ചീരയാണ്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് മിൻറ്റില ഒക്കെ കൂടി നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. എല്ലാം ഞാൻ കഴുകി വച്ചിട്ടുണ്ട്. എല്ലാം വീഡിയോ കണ്ട പോലെ തന്നെ ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ജാറ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് സവാള, പച്ചമുളക്, പിന്നെ ഞാൻ പറഞ്ഞ ഇലകളെല്ലാം, ചീരയില, മല്ലിച്ചപ്പ്, മിൻറ്റ് ലീഫ്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഗജഗജ പറഞ്ഞ് നമ്മൾ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഈ മസാലയാണ് നമ്മുടെ ഈ ബിരിയാണിയുടെ മെയിൻ ഹൈലൈറ്റ് എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ആ ചേച്ചിയിലാണ് എൻ്റെ വിശ്വാസം കംപ്ലീറ്റ്. നന്നായാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ മസാല കൂട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ലപോലെ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കാം ഗൈസ്. ഓക്കെ, പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതെ, ഇതുപോലെ പേസ്റ്റ് രൂപത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. സോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുപ്പത്തെ പരിപാടികൾ തുടങ്ങാം. ഈ കുക്കറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെയ്യിടാം ഗൈസ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഈ പറഞ്ഞ ഈ സാധനം വീട്ടിലുണ്ട് എന്നുള്ള ചിന്തയിലാണ് ഞാൻ മേടിക്കുന്നത്. പക്ഷേ ഇതിൽ മറ്റേ കറുവപ്പട്ട സാധനമില്ല. സാരില്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുന്ന ശരിക്കും ഈ മസാലക്കൂട്ടാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതൊന്നും ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. മാമനൊക്കെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തേ ഞാനിങ്ങനെ അടുത്ത് നിൽക്കാറുണ്ട്. നല്ല രസമാണ്, നല്ല സ്മെല്ല്. ആ ഒരു ഫസ്റ്റ് ഇങ്ങനെ ആ എണ്ണയിൽ ഇങ്ങനെ ഈ പറഞ്ഞ ഗ്രാമ്പൂ സ്പൈസസ് വറുത്തെടുക്കുന്ന ഒരു മണമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പോപ്കോൺ പോലെ ഒരു സാധനം. ഈ സാധനത്തിന് എനിക്ക് മുൻകണ്ട പരിചയമൊന്നുമില്ല കേട്ടോ. ഇതെന്താ ആ കൂട്ടിലുണ്ടായത് കൊണ്ട് ഞാൻ ഇട്ടു. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന പോലെ തന്നെ, മൊരിഞ്ഞ് വരുന്നത് വരെ സവാള ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഗൈസ്. ഞാനേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടു. 1-2 ക്യാപ്സിക്കും ഇട്ടു. അത് എൻ്റെ വക, വെറുതെ ഇട്ടതാണ്. എനിക്ക് എന്തിനും ഇട്ടെന്ന് അറിയില്ല. ഓക്കെ, നമ്മുടെ മെയിൻ സാധനം ഈ ഗ്രീൻ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകട്ടോ. ഈ സാധനം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പച്ച മണം മാറണം ഗൈസ്. അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ചധികം നേരം കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ, കളർ ചേഞ്ചും വരും, ആ ഒരു പച്ച സ്മെല്ലും പോവും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഗൈസ്. ദേ നമ്മുടെ ചിക്കൻ കുട്ടന്മാർ കണ്ടോ. ഇവന്മാരെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിനി വേവിക്കുക. പ്രത്യേകിച്ച് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ ചേച്ചി ആ വീഡിയോയിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒഴിക്കില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് അങ്ങനെ തന്നെ കുക്കാവുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ നല്ലപോലെ ഇളക്കി ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും എൻ്റെ ഗ്രീൻ മസാല യോജിപ്പിച്ചിട്ടുണ്ട്. ചിക്കൻ കിടന്ന് വേവുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മസാല കൂട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി.
ഞാനങ്ങനെയല്ലേ പറയുമല്ലേ. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനുണ്ട്. അമ്മ ഉണ്ടാക്കി വെച്ച ചോറ് തിന്നില്ലെങ്കിൽ അറക്കും ഉറപ്പാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നോക്കിക്കോ, ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അമ്മേൻ്റെ ഒരു ഡയലോഗ് ഉണ്ടാവും, എന്തിനാ അമ്മു ഇതെല്ലാം നീ ചെയ്തേ. ഈ ഡയലോഗ് മസ്റ്റാണ്. നോക്കിക്കോ, ഈ ഡയലോഗ് തന്നെ അമ്മ അടിക്കും. എന്തിനാ അമ്മു ഇങ്ങനെ പൈസ കളഞ്ഞേ, എന്തിനാ. ഇത് അമ്മയുടെ അടുത്ത് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിശക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പോൾ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വന്ന് ചിക്കൻ കുക്കായ സ്ഥിതിക്ക് നമുക്ക് കഴുകി വെച്ച അരി, ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിൻ്റെ ഡബിൾ ഇരട്ടി വെള്ളമുള്ള ചേച്ചി ഒഴിച്ചത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണമെന്നില്ല, ഇത് എനിക്കറിയില്ല ഇത് കൊള്ളാമോന്ന്. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി പോയോ എന്നൊരു സംശയം, അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ച് കുറച്ച് നേരം വേവിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കഴിച്ചതാണ്. ടേസ്റ്റ് ഉണ്ട്, റൈസിന് ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിയൽ റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ എക്സാക്റ്റ് ഇമോഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അത് അമ്മ കഴിക്കണം. അമ്മ കഴിച്ചിട്ട് സ്മെല്ലുണ്ട്, എനിക്കാവൂല. കൊള്ളാം ഗൈസ്. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, നോട്ട് ബാഡ് എന്ന് എനിക്ക് തോന്നി. റൈസിൻ്റെ വേവ് കുറച്ച് കൂടിപ്പോയ വെള്ളം ഞാൻ രണ്ടാമത് ഒഴിച്ച്, ആദ്യം ഞാൻ തുറന്ന് വെള്ളം പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കറക്റ്റ് അളവിലാണ് ഒഴിച്ചത്, അത് മതിയായിരുന്നു. കുറച്ച് ശകലം ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ രണ്ടാമത് വീണ്ടും കുറച്ച് ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇത് കുറച്ച് കൂടിപ്പോയി. അത് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇനി അമ്മയുടെ ഇതെന്താ നമുക്ക് നോക്കാം. എന്തായാലും അമ്മ വരുന്നതിന് തന്നെ ബാക്കി പണിയൊക്കെ തീർത്തിട്ട് ഇന്നൊരു പണി മര്യാദ തീർന്നിട്ടില്ല. സോ പണിയൊക്കെ തീർത്ത് വീട്ടിലെ പണിയൊക്കെ തീർത്ത് സെറ്റായിട്ട് വരാം. വൈകുന്നേരം നമുക്ക് അമ്മേനെ സർപ്രൈസ് ചെയ്യാം. വാഴയിലയിൽ ഞാൻ വിളമ്പാന്നാണ് വിചാരിച്ചത്. വെള്ളിയും പറിച്ച് സെറ്റ് ചെയ്ത് കഴുകി കൊണ്ടുവന്ന് വെക്കണം. സോ എനിക്കിനി വീട്ടിൽ പണിക്കിട്ട് അതൊക്കെ കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമുക്കിനി വൈകുന്നേരം അമ്മ വന്നിട്ട് ബാക്കി. ഓക്കെ, ഭയങ്കര അമ്മയുടെ ആ കഴിച്ചിട്ട് അതെന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി. ഓക്കെ ഗൈസ്, കാണാം. ഗൈസ്, ഞാനങ്ങനെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അമ്മ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അമ്മ വരേണ്ട സമയം ഏകദേശമായി. അമ്മയ്ക്ക് മഞ്ച് ഇഷ്ടമാണ്, മഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ച് പാർലേജി അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മഞ്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട്. സോ അമ്മ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കാം. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, നിങ്ങൾ കണ്ടോ, ഞാനൊന്നും പറയുന്നില്ല. അത് ഒരു ഹാപ്പിനെസ്, അത് വേറെ ലെവലാണ്. എനിക്കറിയില്ല ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന്. അപ്പോൾ അമ്മ എന്തായാലും വരട്ടെ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. വാ. അതെന്തായിരിക്കും നോക്ക്. മഞ്ച് തിന്നോ, അടി ഇരുന്നോ, സ്റ്റൂൾ എടുത്തരാ. ആ സ്റ്റൂൾ എടുത്തിരുന്നോ. എന്നാ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ആദ്യമായിട്ടാ? കഴിഞ്ഞ വർഷം ജിത്തു ഏട്ടനാ? എന്തായിരുന്നു? സാരിയാ? ഈ വർഷം എൻ്റെ അമ്മുക്കുട്ടിയുടെ സാധനം തുറന്നു നോക്കട്ടെ എന്താണ്. വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്ന ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. കൊള്ളാം. ഇനി ഞാൻ മഞ്ചെന്നോ? മഞ്ചെന്നു. കേക്കൊന്നും മുറിക്കണ്ട, ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചരാ വായിൽ. ഞാൻ തന്നെ വെച്ചരാ. അമ്മ പൊട്ടിച്ച് തന്നെ തിന്നല്ല, അങ്ങ് താ. അമ്മക്ക് മഞ്ച് അധികം ഇഷ്ടമായതുകൊണ്ട് മഞ്ച് മേടിച്ചതാ. തിന്നോ. ഇനി ഒരു സർപ്രൈസും കൂടി ഉണ്ട്. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാന്ന് പറയാൻ പറ്റുമോ? ഒരു സർപ്രൈസും കൂടി ഉണ്ട്. അതെന്തായിരിക്കും? ഐഡിയ ഇല്ല? ഒരു ഐഡിയ ഇല്ല? പൂവൊന്നുമല്ല, കുറച്ച് വലുതാ. അമ്മ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവാത്തൊരു സാധനം. മാറ്റണേ, എനിക്ക് എന്താ പോലെ ആവുന്നു.
കുളിച്ചിട്ട് വന്നിട്ട് ആ സർപ്രൈസ് കാണിക്കാം. പിന്നെ ഓക്കെ, അത്ര നേരം ക്ഷമിക്കാൻ ക്ഷമയില്ല. അത് ക്ഷമിക്കണം. അതിപ്പോൾ തരേണ്ട ഗിഫ്റ്റ് അല്ല, കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് തരേണ്ട. വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തരാം. തിന്നോ, ഞാൻ ഷുഗർ ഇത് ചെയ്യും. അയ്യോ, എന്താണ് ഈ ബർത്ത്ഡേ നിമിഷത്തിൽ പറയാനുള്ളത്? സത്യം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എൻ്റെ മക്കൾക്ക് അറിവായ പിന്നെയാ. മക്കൾക്ക് അറിവായ പിന്നെ ബർത്ത്ഡേ എന്താന്നുള്ളത് അറിഞ്ഞത്. ബർത്ത്ഡേ ഓർമ്മിക്കലേ ഇല്ല. ബർത്ത്ഡേ ഒന്നും ഓർമ്മിക്കലേ ഇല്ല. ഇപ്പോൾ ഓർക്കലുണ്ടോ? ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടോ ഓർക്കുന്നത്? അയ്യോ, എന്തായാലും പോയി കുളിച്ചിട്ട് വാ. സന്തോഷമായ? ഇനി ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്, ഒരു സർപ്രൈസും കൂടി ഉണ്ട്. കുളിച്ചിട്ടെല്ലാം വന്നിട്ട് ആ സർപ്രൈസ്. ഓക്കെ, എനിക്കൊരു പണിയൊന്നുമില്ല. ഈ ഡയലോഗ് അമ്മ പറഞ്ഞു എന്ന് എനിക്ക് അറിയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന്. പൊട്ടിതാ വീഡിയോ ഉള്ളത്. വാ, ഇവിടെ ഇരിക്കണ്ടായാലും ബാ, അവിടെ ഇരിക്കട്ടാ. എത്ര നേരം ഇരിക്കേണ്ടി വരുമോ എന്തോ. അച്ചാറ്, സാലഡ്. എൻ്റെ അമ്മ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടേ? അപ്പൊ ബിരിയാണി തന്നെ, ഇപ്പൊ ബിരിയാണി തന്നെ. ചിക്കൻ എടുത്തു തരാം. ഈ അമ്മന്റെ കാര്യം ചിക്കൻ ഇന്ത്യയിലായി. കഴിക്ക്. നീയും എടുത്തിട്ട് ആ, ഞാൻ കഴിക്കാം, അമ്മ കഴിക്ക്, നോക്കട്ടെ. കൊള്ളണം നിന്റെ കാര്യം. ചൂടുണ്ടായിരുന്നെ കുറച്ചും കൂടി ഇതായിരുന്നു. നേരത്തെ ഉണ്ടാക്കിട്ട് മണാലം കളഞ്ഞു വെച്ചിട്ടേ. നല്ല സൂപ്പറാ. ഇഷ്ടായ? നല്ല രസമുണ്ട്. ചിക്കൻ നോക്കറാ, മന്തി നോക്കറാ. വെള്ളം കുടി. അങ്ങനെ ഗേൾസ്, ഞാനും കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയുന്നല്ല അല്ലേ? നല്ല രസമുണ്ട്. ഇത് ഫിനിഷ് ആക്കട്ടെ ഗായ്സ്, എന്നിട്ട് ബാക്കി. അമ്മന്റെ കാര്യം പറഞ്ഞാലേ നാളെ അമ്മ നിനക്ക് കാണിക്കാൻ. നല്ലല്ല, നല്ല വൃത്തിയാക്കി തിന്നിട്ടുണ്ട്. ഇഷ്ടമായ അമ്മ? ശരിക്കും ഇഷ്ടായി. സൂപ്പറാണ്. ഹാപ്പി ആയ അമ്മ? ഹാപ്പി. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, ഇനി എന്തു പറയാനാ. ഉറക്കം വരുന്നുണ്ടോ തിന്നിട്ട്? തിന്നിട്ട് ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, പോയി കിടന്നോ. ബൈ. അങ്ങനെ ഗായ്സ്, ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒരു സർപ്രൈസ്, സിമ്പിൾ സർപ്രൈസ്. ഞാൻ പറഞ്ഞില്ല രാവിലെ, സിമ്പിൾ സർപ്രൈസ്, ബട്ട് ആ ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ സെറ്റായി.
അപ്പോൾ ബൈ ബൈ ഗൈസ്, അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരാം. സ്റ്റേ വിത്ത് അനുജ അമ്മു ഓർബിറ്റ്. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും